എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് തന്നെ ഒരു ഡിഫറെൻറ്റ് ലുക്ക് എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഡെയിലി സ്കിൻ കെയർ, അതായത് രാവിലെ വീട്ടിലെ പണികളുടെയൊക്കെ ഇടയ്ക്ക് നമ്മൾ എങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യണത്, ഞാൻ എങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യണത് എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടിട്ട് അതുപോലെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം നമ്മുടെ വീട്ടിലെ പണികളുടെയൊക്കെ ഇടയ്ക്ക്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ രാവിലെ എല്ലാവരും മക്കളൊക്കെ സ്കൂളിൽ പോയി, ജയമോൻ ഓഫീസിൽ പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ കിച്ചണിൻ്റെ അവസ്ഥയാണ് കേട്ടോ. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും രാവിലത്തെ തിരക്ക് കഴിഞ്ഞിട്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ ഞാനൊരു 10 മിനിറ്റ് നേരം ഇരിക്കും. അതിന് ശേഷമാണ് ഞാൻ എൻ്റെ ബാക്കി പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ അവർ പോയതിന് ശേഷം ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അവോക്കാഡോയും നമ്മുടെ ചീസല്ലല്ലോ ബട്ടർ, സോൾട്ടി ബട്ടറും കൂടെ കൂടിയിട്ട് ബ്രെഡെ പരട്ടിയിട്ടാണ് കഴിക്കണത്. ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ കഴിക്കാത്തവരൊന്ന് കഴിച്ച് നോക്കണേ. അപ്പം നമ്മുടെ നാട്ടിൽ അവക്കാഡോ കിട്ടത്തില്ലായിരിക്കും. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങളൊരു പ്രാവശ്യം വാങ്ങിച്ചിട്ട് ഇങ്ങനെ കഴിച്ച് നോക്കണേ. അപ്പോൾ അതിന് ശേഷം ഞാൻ അവക്കാഡോ കഴിച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അവക്കാഡോ കഴിക്കുന്ന സമയത്തൊക്കെ ഞാനിത് അവക്കാഡോ എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ അവക്കാഡോ അപ്ലൈ ചെയ്യണത് കുറച്ച് തൈര് ചേർത്തിട്ടുണ്ട് അതിലേക്ക്. അപ്പോൾ അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് അത് മിക്സ് ആക്കിയിട്ടാണ് ഞാൻ തേക്കണത്. അപ്പോൾ ഇതൊക്കെ ഞാൻ തേക്കണത് ഒരു 10-15 മിനിറ്റ് നേരം ഞാൻ ഇരുന്നതിന് ശേഷമാണ് കേട്ടോ. കഴിപ്പൊക്കെ കഴിഞ്ഞ് കഴിച്ചുകൊണ്ട് ഒരു 10-15 മിനിറ്റ് നേരം ഇരുന്നതിന് ശേഷമാണ് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിന് ശേഷം ഞാനിത് എൻ്റെ അക്വേറിയത്തിലെ വെള്ളം മാറ്റണമായിരുന്നു എനിക്ക്, ഫിഷ് ടാങ്കിലെ. അപ്പോൾ അത് മാറ്റുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഫേസിലേക്ക് അത് അപ്ലൈ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ മുഖത്തേക്ക് അത് പരട്ടിയത്. സാധാരണ ഞാൻ അങ്ങനെയാണ് ചെയ്യണത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നതിന് മുന്നേ ഞാനത് ആ മുഖത്തേക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് ആണ് ബാക്കി ജോലികൾ ചെയ്യണത്. അപ്പോൾ അവക്കാഡോ ഇല്ലാത്തവർക്ക് നമ്മുടെ പപ്പായയോ അല്ലെങ്കിൽ ഓറഞ്ചോ അങ്ങനെ എന്തെങ്കിലും മുഖത്തേക്ക് ഇന്ന് രാവിലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ ഇവർക്ക് തീറ്റയും കൂടി ഇട്ട് കൊടുത്തു. അപ്പം ഞാനിപ്പോൾ ക്ലീൻ ചെയ്ത് വെള്ളം മാറ്റിയതേ ഉള്ളത് കൊണ്ടാണ് ഇത് ഒരു ക്ലിയർ ഇല്ലാത്ത വെള്ളം പോലെ കിടക്കണം കേട്ടോ. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നല്ല ക്ലിയറായിട്ട് വെള്ളം വന്നോളും. പിന്നെ വെള്ളം മാറിയ ഒരു സന്തോഷത്തിലാണെന്ന് തോന്നുന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഒക്കെ കളിക്കണത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ പാക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് തീറ്റയൊക്കെ കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് ഫേസിലെ പാക്കൊന്ന് കഴുകി കളയുവാണേ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഉണങ്ങിയായിരുന്നു എൻ്റെ ഫേസിലേക്ക് അത്. അപ്പോൾ ഉണങ്ങിയത് കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മൾ ഒന്ന് വെറ്റാക്കിയതിന് ശേഷം വേണം മുഖത്ത് പരട്ടി എന്ത് പാക്കായാലും അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ കഴുകുമ്പോൾ നന്നായിട്ടൊന്ന് വെറ്റാക്കിയിട്ട് വേണം നമ്മൾ കഴുകാനായിട്ട്. അതുപോലെ കഴുകുന്നതിന് മുന്നേ ഒരു മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. നമ്മൾ ഇട്ടിരിക്കുന്ന പാക്ക് നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങാനായിട്ട് വളരെ നല്ലതാണ്. കാരണം നമ്മൾ നമ്മുടെ മുഖത്ത് പാക്ക് ഇടുന്ന സമയത്ത് നമ്മുടെ സ്കിന്നൊക്കെ ഒരു ശകലം സോക്കായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പോർസിലേക്ക് അത് ഇറങ്ങാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ പാക്ക് ഇടുന്നതിന് മുന്നേ നമ്മൾ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന വഴി എനിക്ക് തൈറോയിഡിൻ്റെ മെഡിസിൻ കഴിക്കാനുള്ളത് കൊണ്ട് ഞാൻ രാവിലെ തൈറോയിഡിൻ്റെ മെഡിസിൻ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഞാൻ തൈറോയിഡിൻ്റെ മെഡിസിൻ കഴിക്കും. അതിന് ശേഷമാണ് ഞാൻ പല്ലൊക്കെ തേക്കത്തുള്ളൂ. അപ്പോൾ ഡോക്ടർ എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്, പല്ല് തേക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട, തൈറോയിഡിൻ്റെ മെഡിസിൻ രാവിലെ തന്നെ കഴിക്കാൻ. പിന്നെ ഞാൻ ഇത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം ഞാനൊരു ടവൽ ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്തത്. കാരണം ഇത് ഞങ്ങളുടെ പുറത്തുള്ള ടോയ്ലറ്റാണ്. പുറത്തെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലെ ടോയ്ലറ്റാണ്. അപ്പം അതിലേക്ക് ഞാൻ കുളിക്കാറോ അങ്ങനെയൊന്നുമില്ല. അത് ഞാൻ ഇച്ചിരി ഡ്രൈ ആയിട്ടാണ് എപ്പോഴും ഇട്ടേക്കണത്. കാരണം പിള്ളേർക്ക് എപ്പം കയറി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് മുഖം കഴുകണ സമയത്ത് അതിലെയൊക്കെ തെറിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ടവലും കൊണ്ട് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണത്. അപ്പോൾ അതിന് ശേഷം മുഖമൊന്ന് നന്നായിട്ട് വാഷ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ടവൽ കൊണ്ട് ക്ലീൻ ആക്കിയപ്പോൾ തന്നെ നന്നായിട്ട് ക്ലീൻ ആയിട്ടോ. പിന്നെ ഞാൻ ഇതിന് മുന്നേ ഫേസ് മസാജ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി എന്തെങ്കിലും സാധനം, എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സോ എന്തെങ്കിലും സാധനം നമ്മൾ ഫേസിലേക്ക് അറ്റ്ലീസ്റ്റ് തൈരോ എന്തെങ്കിലും ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ മുഖത്ത്
മുഖത്തേക്ക് നമ്മുടെ മോയ്സ്ചറൈസർ തേക്കാൻ പോകണം. അപ്പോൾ ഈ മോയ്സ്ചറൈസർ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോയിൽ തേച്ചപ്പോൾ എന്നോട് പറഞ്ഞു അത് ശരിക്കും നമ്മുടെ ബോഡി ക്രീം അല്ലേന്ന്. അതെ, പക്ഷേ ഞാനതാണ് ഉപയോഗിക്കുന്നത്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതിൽ ഇച്ചിരി അലോവേരയുടെ ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് ആണ് ഞാൻ അപ്ലൈ ചെയ്യണത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് നെക്കിലേക്ക്, ഫ്രണ്ടിലേക്ക്, ബാക്കിലേക്ക്, ചെവി, അവിടെയൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മൾ എന്ത് ക്രീം അപ്ലൈ ചെയ്യുന്ന സമയത്തായാലും മുഖം ഈവൻ കഴുകണ സമയമാണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ നെക്ക്, ഫ്രണ്ടും ബാക്കും, ചെവിയുടെ മുന്നും പുറകും, ചെവിക്ക് അകവും ഒക്കെ കഴുകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്നാലാണ് ഓവറോൾ നമ്മുടെ ഒരു ലുക്ക് നമുക്ക് നന്നായിട്ട് തോന്നത്തുള്ളൂ, കളർ ടൂൺ ഒരുപോലെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതിനുശേഷം സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ സൺസ്ക്രീൻ എല്ലാ ദിവസവും തന്നെ അപ്ലൈ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ ഇതാണ്, ബനാന ബോട്ടിൻ്റെ സൺസ്ക്രീന്. ഇതുമൊക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇച്ചിരി അധികം തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്കത് നമ്മുടെ മുഖത്ത് ഭയങ്കരമായിട്ട് വെളുത്തിരിക്കണ പോലെ നമ്മൾ ഇടണ സമയത്ത് തോന്നുമായിരിക്കും, പക്ഷേ അത് ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് നമ്മുടെ സ്കിന്നിലേക്ക് അങ്ങ് അബ്സോർബ് ആയിക്കോളും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനഫായിട്ടുള്ള സൺ പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല സ്കിന്നിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ ഇടുമ്പോൾ നന്നായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ ഹെയർ സ്റ്റൈലാണ് കേട്ടോ. പൊതുവേ എനിക്ക് പുറകിലേക്ക് കെട്ടി വെക്കണമെന്ന് എനിക്കിഷ്ടമില്ല. പക്ഷേ നമ്മൾ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ മുടി ഇങ്ങനെ അഴിച്ചിട്ട് ഇരിക്കണതോ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലാതെ ഇടണതോ ഒക്കെ ശരിയല്ലല്ലോ, മുടി ഭക്ഷണത്തിലേക്കൊക്കെ മുടി വീണാലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയാണ് മുടി കെട്ടി വെക്കണത് കേട്ടോ. ഞാൻ ഈ മുടി കെട്ടി വെക്കണ ഈ രീതി എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് മുടി കെട്ടി വെക്കണതെന്ന്. ഞാൻ ഇങ്ങനെ മുടി കെട്ടി വെച്ചുകൊണ്ട് കടയിൽ പോവുമോ, അല്ലെങ്കിൽ ഇവിടെ വീട്ടിലൊക്കെ ആരെങ്കിലും കാണുമോ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് ചൂടെടുക്കുമ്പോൾ ഞാൻ കെട്ടിവെക്കണ രീതി ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കെട്ടിവെച്ചത് എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണെന്നത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുടിയെല്ലാം കൂടി ഒന്ന് പിരിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒരു ക്ലച്ചർ ഇട്ട് വെക്കും. അപ്പോൾ അതിങ്ങനെ നന്നിട്ട് ഞാൻ ആ ബാക്കി തുമ്പ് മുടിയെല്ലാം കൂടി ഇങ്ങനെ അങ്ങ് മൊത്തം ഇങ്ങനെ അങ്ങ് നമ്മൾ ബണ്ണിട്ട് കെട്ടി വെക്കുന്ന പോലെ അങ്ങ് വിരിച്ച് വെക്കും. അപ്പോൾ നല്ല ഭംഗിയാണ്, പുറകിൽ നിന്ന് കാണാനായാലും ഫ്രണ്ടിൽ നിന്ന് കാണാനായാലും. പിന്നെ നെറ്റി നല്ലോണം ഉള്ളത് കാരണം കൊണ്ട് ഞാൻ ശകലം മുടി എൻ്റെ ഫ്രണ്ടിലേക്ക്, ആ ഫ്രണ്ടിലെ കുഞ്ഞുമുടികളൊക്കെ ഒന്ന് നന്നായിട്ട് വലിച്ചു വെക്കും കേട്ടോ. പിന്നെ ഞാൻ പൊട്ട് വെക്കാറുണ്ട്. എനിക്ക് പൊട്ട് വെക്കണം ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മക്കൾക്കൊക്കെ ആയാലും ഞാൻ പൊട്ട് വെക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കറുത്ത പൊട്ടാണ് എപ്പോഴും വെക്കാറ്. ഇത് എൻ്റെ ഫ്രണ്ട് സുഹറ, എല്ലാവർക്കും അറിയാമായിരിക്കും, സുഹറ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചുകൊണ്ട് വന്ന പൊട്ടാണ്. ഒരുപാട് കളറുകളുള്ള പൊട്ടുകൾ ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് തുടർന്ന പൊട്ട് നമുക്കറിയില്ല, നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് പൊട്ടുകൾ ഇങ്ങനത്തെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതിനകത്തെ ഇത് പൊളിച്ചെടുക്കുക എന്നുള്ളത് ഇച്ചിരി പണിയാണ്, കാരണം കുഞ്ഞ് പൊട്ടായതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഈ പൊട്ട് തന്നേ പിന്നെ ഞാനിപ്പോൾ എല്ലാ ദിവസവും ഈ പൊട്ടാണ്. അപ്പോൾ എന്നോടിപ്പോൾ പലരും ചോദിച്ചു ഇതെന്താണ് ഇപ്പോൾ കളർ പൊട്ട് തൊടുന്നതെന്നുള്ളത് കേട്ടോ. കാരണം ഞാൻ ബ്ലാക്ക് പൊട്ടാണ് തൊടാറ്. അപ്പോൾ ഈ പ്രാവശ്യം സുഹർ തന്നതുകൊണ്ട് ഞാനതിട്ടു. പിന്നെ അത് തന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് തൊട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതിന് ശേഷം കേട്ടോ ബാക്കി ഞാൻ എൻ്റെ എല്ലാ ജോലികളും ചെയ്യണത്. അപ്പം കുറച്ച് സുന്ദരികളൊക്കെ ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹമുള്ളവർ മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യമാണ് എല്ലാ ദിവസവും രാവിലെ സ്കിൻ കെയർ. കാരണം നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങണ സമയത്ത് നമ്മുടെ സ്കിന്നിൽ നിന്ന് വാട്ടർ കണ്ടൻറ്റ് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മുടെ സ്കിന്ന് തന്നെ കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ ഓയിൽ രാവിലെ നമ്മുടെ സ്കിന്നിലുണ്ടാവും. അപ്പോൾ അത് നമ്മൾ രാവിലെ മോർണിംഗ് സ്കിൻ കെയർ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്കിന്ന് നല്ല ക്ലീനായിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.